സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണിമംഗലത്തെ ആഭരണങ്ങളൊക്കെ ആയിട്ട് ശരത്തിൻ്റെ കൂടെ വീടോട്ടിറങ്ങാൻ തുടങ്ങിയ പ്രിയങ്കയെ കൽപ്പന കൈയോടെ പിടികൂടുകയാണ്. അങ്ങനെ വീട്ടുകാരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പ്രിയങ്കയെ കൽപ്പന പൊളിച്ചെടുക്കുകയാണ് കേട്ടോ. പ്രിയങ്കയുടെ ബാഗ് തുറന്ന് കണിമംഗലത്തെ ആഭരണങ്ങളുമായിട്ട് പ്രിയങ്ക കടക്കാൻ തുടങ്ങിയതാണെന്ന് എല്ലാവർക്കും മുമ്പിൽ തെളിയിക്കുകയാണ് പ്രിയങ്ക. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ പ്രിയങ്കയുടെ കള്ളക്കളികളെല്ലാം പൊളിയുവാണ് കേട്ടോ. ഈ സമയം പരമേശ്വരൻ പ്രിയങ്കയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുക. എന്തിനാ ഞങ്ങളോട് ചതി ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് പരമേശ്വരൻ ദേഷ്യപ്പെടുമ്പോൾ പ്രിയങ്കക്കും ദേഷ്യം വരുവാണ്. അങ്ങനെ പ്രിയങ്ക എല്ലാ സത്യങ്ങളും വിളിച്ചു പറയണേ, ഞാനല്ല അച്ഛൻ്റെ മോൻ തന്നെയാണ് എന്നെ വേണ്ടെന്നും എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും പറഞ്ഞത്. അതിൻ്റെ പാരിതോഷികമായിട്ട് ഇതെന്നെ കെട്ടിയേൽപ്പിച്ചതും അച്ഛൻ്റെ മോൻ തന്നെയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി എന്നെ എൻ്റെ കുടുംബത്തെ ചതിക്കുമായിരുന്നു. എൻ്റെ ജീവിതം നശിപ്പിച്ചു നിങ്ങളുടെ മോൻ. അങ്ങനെ പ്രിയങ്കയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പരമേശ്വരനാകെ തകർന്നു പോകുവാണ്. താൻ ജീവനെ പോലെ കരുതിയ തൻ്റെ മോനും തന്നെ ആയിരുന്നല്ലോ എന്നോർത്തിട്ട് പരമേശ്വരന് അസുഖം കൂടുവാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നെഞ്ചുവേദനയെടുത്ത് അച്ഛനവിടെ വീഴുവാണ്. ഈ കാഴ്ച കണ്ട് പത്മിനിയും മുത്തശ്ശിയും എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുവാണ് കേട്ടോ. അങ്ങനെ ബിജു ഗൗതം കൂടി ഉടനെ തന്നെ പരമേശ്വരനെയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുവാണ്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുക. ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് കേട്ടോ പ്രിയങ്ക. ഇതേസമയം പരമേശ്വരൻ്റെ അവസ്ഥ കൂടുതൽ മോശമാകുകയാണ്. ഒന്നാമത് പരമേശ്വരന് ഒരു അസുഖം കൂടി ഉള്ളതാണല്ലോ. അങ്ങനെ ഡോക്ടർ പരമേശ്വരൻ്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാണെന്ന് തന്നെ പറയുവാണ്. ഇത് കേട്ട പത്മിനി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേസമയം വരുണാണെങ്കിൽ രാധികയുടെ മനസ്സിൽ മറ്റൊരാളുണ്ടെന്നും രാധികയും ജീവൻ തമ്മിൽ പ്രണയത്തിലാണെന്നും പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സ് തകർന്ന് ജീവിതം തന്നെ മടുത്ത് ബീച്ചിൽ വന്നിരിക്കുകയാണ്. ആ സമയത്തൊക്കെ വരുണിൻ്റെ മനസ്സിൽ രാധിക പറഞ്ഞ വാക്കുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ അമ്മയുടെ കോൾ വരുന്നത്. അങ്ങനെ വരുൺ കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ മോനെ, നീ ഇതെവിടെയാ? അന്നേരം വരുൺ ദേഷ്യത്തിൽ പറയണേ, ഞാനിവിടെ ബീച്ചിലാണ്, ഇവിടെ പോലും എനിക്ക് കുറച്ച് സമാധാനം തരില്ലേ? അങ്ങനെ പറഞ്ഞ് അപ്പം തന്നെ കോൾ കട്ടാക്കുവാണ് കേട്ടോ. ഈ സമയം പത്മിനി പറഞ്ഞേ, മോനെ ഫോൺ വെക്കല്ലേ മോനെ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ അവസ്ഥ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ വരുൺ കോൾ കട്ടാക്കുവാണ്. എന്നിട്ട് വരുൺ കടലിലേക്ക് നടന്നെടുക്കുവാണ് കേട്ടോ. അങ്ങനെ രാധികയില്ലാതെ തനിക്കിത് ജീവിക്കാനാവില്ലെന്ന് ഉറപ്പിച്ച് വരുൺ ആത്മഹത്യക്ക് ഒരുങ്ങുവാണ്. അപ്പോൾ എന്താകും ഇനി സംഭവിക്കാനിരിക്കുകയെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ തന്നെ കണ്ടറിയാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്